ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കുന്നത് നീരജ എന്ന് പറയുന്ന മലയാളം മൂവിയാണ്. ഭർത്താവ് മരിച്ചതിന് ശേഷമുള്ള നായികന്റെ ജീവിതവും ആ സമയത്ത് അവൾക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളും പറയുന്ന ഒരു മൂവിയാണിത്. അപ്പൊ ഈ മൂവിയുടെ കഥ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ആകാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ സ്റ്റോറിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നീരജ എന്ന് പറയുന്നത് നമ്മുടെ നായികനെ കാണിക്കുന്നു. അവളിപ്പോ ജോഗിങ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുവാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി നമ്മുടെ നായികയാണെങ്കിൽ ഒരു ഫോട്ടോയ്ക്ക് മുമ്പിൽ ഒരു ക്യാൻഡിൽ കത്തിക്കുന്നു. അതുപോലെ അതിന് മുമ്പിലായിട്ട് കുറച്ച് പൂക്കളും വെച്ച് അതിനുശേഷം നമ്മുടെ നായികയാണെങ്കിൽ ജോലിക്ക് വേണ്ടി ഇറങ്ങുവാണ്. അവിടെ അടുത്തുള്ള ഒരു IT കമ്പനിയിലായിരുന്നു അവൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനില് നായികന്റെ ഓഫീസ് കാണിക്കുന്നു. അവിടെ അവൾക്ക് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ നമ്മുടെ നായികനെ പറ്റി നോക്കുവാണെങ്കിൽ നായികന്റെ കല്യാണം കഴിഞ്ഞതായിരുന്നു. അവളുടെ ഭർത്താവിന്റെ പേര് അലക്സ് എന്നായിരുന്നു. കല്യാണത്തിന് ശേഷം അവര് ഹാപ്പി ആയിട്ടിരുന്ന കുറെ കാര്യങ്ങളെല്ലാം ഈ സമയത്ത് ഒരു സോങ് ആയിട്ട് കാണിക്കുന്നു. ഇപ്പം നമ്മുടെ നായിക ഒരു വിധവയാണ്. സംഭവം നാം നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നായികന്റെ ഭർത്താവായ അലക്സ് ഒരു കാർ അപകടത്തിൽ മരിച്ചുപോയി. സംഭവം അലക്സ് മരിച്ചെങ്കിലും നമ്മുടെ നായിക ഇപ്പോഴും ഭർത്താവിനെ മറന്നിട്ടില്ല. എന്നും രാവിലെ നമ്മുടെ നായിക അലക്സിന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ മെഴുതിരി കത്തിച്ച് പൂക്കളും വെക്കുമായിരുന്നു. ഇതായിരുന്നു മൂവിയുടെ തൊട്ട് മുമ്പത്തെ സീനിലേക്ക് കാട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നായിക എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അലക്സ് മരിച്ചിട്ട് ഏകദേശം 2 കൊല്ലാവാനായി. അതിനുശേഷം നമ്മുടെ നായിക ഒരു സിംഗിൾ ലൈഫാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനാവുന്ന സമയത്ത് ഫിസിക്കൽ നീഡ്സ് ഉണ്ടാവുമല്ലോ. സോ നമ്മുടെ നായിക ഫിസിക്കൽ നീഡ്സ് തീർക്കാൻ വേണ്ടി രാത്രി മാസ്റ്റർബേറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനിൽ കാണിക്കുന്നത് നായിക അവളുടെ പാരന്റ്സിനെ മീറ്റ് ചെയ്യുന്നതാണ്. അലക്സ് മരിച്ചിട്ട് ഇത്ര നാളായില്ലേ മോളെ, നിനക്ക് രണ്ടാമതൊരു വിവാഹത്തിനെ പറ്റി ആലോചിച്ചൂടെ എന്നൊക്കെയാണ് പാരന്റ്സ് ചോദിക്കുന്നത്. രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതല്ലേ, എത്ര പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? ഇനി ആ കാര്യം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കില്ലെന്നും പറഞ്ഞ് നായിക ഇപ്പൊ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അലക്സിന്റെ സ്ഥാനത്തേക്ക് പുതിയൊരാളെ കൊണ്ടുവരാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് പാരന്റ്സ് ഈ കാര്യം ആവശ്യപ്പെട്ട് വന്നപ്പോൾ നായിക ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ പാരന്റ്സിനെല്ലാം കണ്ടു കഴിഞ്ഞ് നായിക നേരെ അവളുടെ ഓഫീസിലേക്കാണ് വരുന്നത്. ഓഫീസിൽ വന്ന് നമ്മുടെ നായികയാണെങ്കിൽ ഇപ്പൊ പാരന്റ്സ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് വർക്കിലൊന്നും ഒട്ടും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് അവളുടെ ഫ്രണ്ട്സ് ശ്രദ്ധിക്കുന്നുണ്ട്. അത് മാത്രമല്ല രാത്രിയൊന്നും നമ്മുടെ നായികയ്ക്ക് മര്യാദയ്ക്ക് ഉറക്കം കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ അവൾ പറയുവാണ്. ഇതെല്ലാം കേട്ട ഫ്രണ്ട്സ്, നീ ഒരു ഡോക്ടറെ ചെന്ന് കണ്ട് നിന്റെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു കൗൺസിലിംഗ് എടുക്ക്, അപ്പൊ എല്ലാം റെഡിയാവുമെന്ന് അവളോട് പറയുന്നു. അങ്ങനെ അടുത്ത സീനില് ഫ്രണ്ട്സ് പറഞ്ഞാൽ നമ്മുടെ നായിക ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ചെല്ലുവാണ്. അങ്ങനെ ഇപ്പൊ ഡോക്ടറെ കണ്ട് നായിക കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ അലക്സ് മരിച്ചതിന് ശേഷം ഒരു സിംഗിൾ ലൈഫ് നീ ജീവിച്ചുകൊണ്ടിരിക്കുവാണല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ പേരൻസ് ആഗ്രഹിക്കുന്ന പോലെ നിനക്കൊരു സെക്കൻഡ് മാരേജിനെ പറ്റി ആലോചിച്ചൂടെ? ഡോക്ടർ ഇങ്ങനെ ചോദിക്കുമ്പോൾ നായിക പറയാണ്, അതൊരിക്കലും പറ്റില്ല, എനിക്ക് അലക്സിനെ മറക്കാൻ കഴിയില്ല. ഇത് കേൾക്കുന്ന ഡോക്ടർ, ശരി അലക്സ് മരിച്ചതിന് ശേഷം നീ മറ്റാരെങ്കിലും ആയിട്ട് ഫിസിക്കലി കണക്ട് ആയിട്ടുണ്ടോ ഇങ്ങനെ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന നായികയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നോക്ക്, ഞാൻ ഈ ചോദിക്കുന്നത് തെറ്റായിട്ട് എടുക്കണ്ട. മനുഷ്യനാകുമ്പോൾ ഫിസിക്കൽ നീഡ്സ് ഉണ്ടാവും. ഡോക്ടർ ഇങ്ങനെ പറയുന്ന സമയത്ത് ഫിസിക്കൽ നീഡ്സ് തീർക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ മൃഗമൊന്നുമല്ല. ഫിസിക്കൽ നീഡ്സ് തീർക്കാൻ അങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് എന്റെ മനസ്സിൽ തെറ്റാണ്. ഇത് കേൾക്കുന്ന ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറയാണ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ മൃഗങ്ങളിലാണെങ്കിലും മനുഷ്യരിലാണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ട് ഈ രീതിക്കൊക്കെ നീ ആലോചിച്ച് നോക്കാൻ പറഞ്ഞ് അവളെ ആണെങ്കിൽ ഡോക്ടർ പറഞ്ഞയക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നടക്കുന്ന നമ്മുടെ നായികയാണെങ്കിൽ ഒരു പാർക്കിൽ പോയിരുന്ന് ഡോക്ടർ പറഞ്ഞ ഈ കാര്യങ്ങളെ പറ്റി എല്ലാം ശരിക്കും ചിന്തിക്കുവാണ്. അത് കഴിഞ്ഞ് ഓഫീസിലേക്ക് തിരിച്ചെത്തി അവളുടെ ഫ്രണ്ട്സിനോട് ഈ കാര്യങ്ങളെല്ലാം, അതായത് ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു. ഈ സമയം അവളുടെ ഫ്രണ്ടായ കൂട്ടത്തിലുള്ള ആ വ്യക്തി അവളോട് പറയുന്നു, ഇതിനെപ്പറ്റി ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാ. ഡോക്ടർ പറഞ്ഞു തന്നാലും ശരി തന്നെയാ. മേ ബി നിന്റെ ഈ ഡിപ്രഷനും ഈ ഒരു വൈബെല്ലാം ഒന്ന് മാറാൻ അത് തന്നെയായിരിക്കും നല്ലത്. പെട്ടെന്നൊരു കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, ആരെങ്കിലുമായിട്ട് നീ ഡേറ്റിംഗിലാവ്. അതിനൊക്കെ പറ്റി ഒരുപാട് ഡേറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഇന്ന് അവൈലബിൾ അല്ലേ, നീ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞ് ഫ്രണ്ട് ആണെങ്കിൽ കുറച്ച് ആപ്ലിക്കേഷൻസ് എല്ലാം അവൾക്ക് കാട്ടിക്കൊടുക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഈവനിങ് വർക്കെല്ലാം കഴിഞ്ഞ് നായിക വീട്ടിലേക്ക് എത്തുന്നു. ഈ സമയത്ത് അവളുടെ പാരന്റ്സ് ആണെങ്കിൽ അവളെ കോൾ ചെയ്യുന്നു. കല്യാണത്തിന്റെ അതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവര് വീണ്ടും വിളിക്കുന്നത്. എന്നെ ഇങ്ങനെ ദയവ് ചെയ്ത് നിങ്ങൾ ടോർച്ചർ ചെയ്യില്ലേ എന്നും പറഞ്ഞ് നായിക കോൾ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഉറക്കം വരാതെ നായിക ഇങ്ങനെ ഇരിക്കുവാണ്. ഈ സമയത്ത് ഫ്രണ്ട് പറഞ്ഞ ആപ്ലിക്കേഷൻസിനെ പറ്റി നായിക ആലോചിക്കുന്നു. അങ്ങനെ ഇപ്പൊ അതിലൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ നായിക രജിസ്റ്റർ ചെയ്യുന്നു. എന്നിട്ട് അതിലുള്ള പ്രൊഫൈൽസ് ഒക്കെ നായിക ഇങ്ങനെ എടുത്തു നോക്കുവാണ്. അങ്ങനെ അതിൽ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാർക്കെല്ലാം നായിക മെസ്സേജ് അയക്കുന്നു. അടുത്ത ദിവസം നായിക ആ ഡോക്ടറെ പോയി കണ്ട് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു. ഫിസിക്കൽ നീഡ്സ് തീർക്കാൻ വേണ്ടി ഇങ്ങനെയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് എന്നോട് തന്നെ എന്തോ ഒരു വെറുപ്പ് തോന്നുന്നു. ഇത് കേൾക്കുന്ന ഡോക്ടർ, നീ അങ്ങനെയൊന്നും ആലോചിക്കണ്ട, ഈ രീതിക്കൊക്കെ ചിന്തിക്കാൻ നിന്നാ നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവളുടെ അത്തരത്തിലുള്ള ആ ചിന്തകളിൽ നിന്നല്ല അവളെ ഡൈവേർട്ട് ചെയ്യുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നായിക വീണ്ടും അവിടെ അടുത്തുള്ള പാർക്കിലേക്ക് വരുന്നു. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അവിടേക്ക് വരുന്ന സമയത്ത് അലക്സിന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വെക്കാൻ വേണ്ടി നായിക കുറച്ച് പൂക്കൾ വാങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ആ വാങ്ങി വെച്ച പൂക്കൾ എടുക്കാൻ നായിക മറന്നു.
ഈ സമയം അവിടെ കൂടി അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി വരുവാണ്. അങ്ങനെ അയാൾ ഇത് കണ്ടിട്ട് ഹലോ നിന്നെ ദേ നിങ്ങൾ പൂക്കളിവിടെ മറന്നു വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് അത് അവൾക്ക് എടുത്തു കൊടുക്കുന്നു. അങ്ങനെ നായിക അത് വാങ്ങിയിട്ട് അയാളോട് താങ്ക്സ് പറയാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ അതൊന്നും കേട്ടോണ്ട് നിൽക്കാതെ പെട്ടെന്ന് അയാൾ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത സീനിൽ അരുൺ എന്ന് പറയുന്ന വ്യക്തിനെ കാണിക്കുന്നു. അയാൾ ഇപ്പൊ അയാളുടെ വീട്ടിലേക്ക് എത്തുവാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അയാൾ വീട്ടിലേക്ക് എത്തിയതും അയാളുടെ വൈഫാണെങ്കിൽ അയാളുടെ അടുത്ത് വന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ വാതോരാതെ പറയുവാണ്. വൈഫിന് വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ അയാൾക്ക് അവളോട് അത്ര ഇഷ്ടമൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളിങ്ങനെ വന്ന് സംസാരിക്കുന്ന സമയം വന്നപ്പോ തന്നെ തുടങ്ങി അവൾ ചെയ്തു തിന്നെ കുറച്ച് മനസമാധാനം തരുമെന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ മുറിയിലേക്ക് പോകുന്നു. അരുണിനെ അവൾക്കാണെങ്കിൽ വല്ലാത്ത ഇഷ്ടമായിരുന്നു. സോ ഭർത്താവ് ഇങ്ങനെ പെരുമാറുമ്പോൾ അവൾ അതുകൊണ്ട് ഒരുപാട് സങ്കടപ്പെടുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് നമ്മുടെ നായികനാണ് കാണിക്കുന്നത്. നായിക ഡേറ്റിംഗ് ആപ്ലിക്കേഷനിലൂടെ ഒരു വ്യക്തിയായിട്ട് പരിചയപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അയാളെ കോൾ ചെയ്ത് അവര് തമ്മിൽ മീറ്റ് ചെയ്യാന്നൊക്കെ തീരുമാനിക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായികയാണെങ്കിൽ ഈ കാര്യം അവളുടെ ഫ്രണ്ടിനോട് പറയുന്നു. എടി എന്താവുമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല, എനിക്കെന്തോ ഭയങ്കര ഭയമാവുന്നു എന്ന് അവള് പറയുന്ന സമയം ഫ്രണ്ട് പറയാണ് അതൊന്നും കാര്യമാക്കണ്ടേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നീ കൂളായിട്ട് പോയി കണ്ടിട്ട് വാ. അങ്ങനെ ധൈര്യം എല്ലാം കൊടുത്ത് ഫ്രണ്ട് ആണെങ്കിലും നായികനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ നായിക പോയിട്ട് ആ വ്യക്തിനെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ മീറ്റ് ചെയ്ത് അവർ കുറെ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മുടെ നായിക അവളുടെ പ്രശ്നങ്ങളെല്ലാം അയാളോട് പറയുന്നു. ഡോക്ടർ പറഞ്ഞോലെ തന്റെ ഈ ഡിപ്രഷനും ഈ ഒരു വൈബെല്ലാം ഒന്ന് മാറ്റാനായിട്ട് തന്റെ ഫിസിക്കൽ നീഡ്സ് തീർക്കാൻ വേണ്ടി അതിനുവേണ്ടി മാത്രമാണ് നീയുമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കണക്ഷനിൽ വരുന്നത്. സോ ഒരൊറ്റ തവണ മാത്രമേ നമ്മൾ മീറ്റ് ചെയ്യുള്ളൂ, ഒറ്റ തവണ മാത്രമേ നമ്മൾ ഈ ഒരു രീതിയിലുള്ള റിലേഷൻ വെക്കുള്ളൂ. ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ഇങ്ങനെല്ലാം പറഞ്ഞുറപ്പിച്ചതിന് ശേഷം നായിക അയാളെയും കൂട്ടിക്കൊണ്ട് അവളുടെ ഫ്ളാറ്റിലേക്ക് വരുന്നു. അങ്ങനെ റൂമിലേക്ക് എത്തിയതും അയാളാണെങ്കിൽ ബെഡിൽ വന്നിരിക്കുവാണ്. ഈ സമയത്ത് നായിക പറയുന്നു ബെഡിൽ വെച്ച് നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇതെന്റെ ഭർത്താവായ അലക്സ് കിടന്നുകൊണ്ടിരുന്ന ബെഡാണ്, അതുപോലെ ഇതാണ് അലക്സിന്റെ ഫോട്ടോ, ഇത് അലക്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവള് വാതോരാതെ അലക്സിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന അയാൾക്ക് മനസ്സിലാവുന്നു നായിക എത്രത്തോളമാണ് അലക്സിനെ പ്രണയിക്കുന്നതെന്ന്. അങ്ങനെ ഇപ്പൊ അയാൾ നായികനോട് പറയാണ് ഒരിക്കലും തന്റെ ഭർത്താവിനെ ചീറ്റ് ചെയ്യുന്ന പോലെ ഈ ഒരു കാര്യം ചെയ്യണ്ട, ഇന്നൊരു സമാധാനത്തിന് വേണ്ടി താൻ ഇങ്ങനെ ചെയ്താലും നാളെ കാര്യം ആലോചിച്ച് താൻ റിഗ്രറ്റ് ചെയ്യും, തന്റെ സമാധാനം തന്നെ അത് കാരണം ഇല്ലാതാവും, അതുകൊണ്ട് വന്ന പോലെ തന്നെ ഞാൻ തിരിച്ചു പോവാന്നും പറഞ്ഞ് അയാൾ അങ്ങനെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത ദിവസം നമ്മുടെ നായികയാണെങ്കിൽ ഡോക്ടറെ ചെന്ന് കണ്ട് ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ഇത് കേൾക്കുന്ന ഡോക്ടർ ചോദിക്കുവാണ് ശരിക്കും ആ വ്യക്തിനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ താൻ അയാളുമായിട്ട് കണക്ട് ആവാൻ ശ്രമിച്ചത് എന്ന്. ഇത് കേൾക്കുന്ന നായിക ഒന്ന് സൈലന്റ് ആവുന്നു. ശരിക്കും നായിക അയാളെ ആഗ്രഹിച്ചിരുന്നില്ല. പിന്നെ ഡോക്ടറൊക്കെ പറഞ്ഞ പോലെ ഫിസിക്കൽ നീഡ്സ് തീർത്ത അവളെ വൈബ് ഒക്കെ ആവുമെന്നും വിചാരിച്ച് ആ ഒരു രീതിക്ക് അവൾ അതെല്ലാം അക്സെപ്റ്റ് ചെയ്തതായിരുന്നു. അങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിയതായിരുന്നു. ഇപ്പൊ ഡോക്ടർ പറയാണ് ഇങ്ങനെയുള്ള റിലേഷനിലൊന്നും വർക്ക്ഔട്ട് ആവണമെന്നില്ല, അതുകൊണ്ടാണ് അയാളത് പറഞ്ഞു പോയപ്പോ നീയും അതങ്ങനെ വിട്ടത്. എന്നാൽ മറിച്ച് നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമായിട്ട് നീ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ, നീ ആ വ്യക്തിനെ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ നാച്ചുറൽ ആയിട്ട് അങ്ങ് നടന്നു പോക്കോളും. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന നായിക അതിനെപ്പറ്റി ആലോചിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത ദിവസം രാവിലെ കാണിക്കുന്നു. ഇപ്പൊ നായിക ജോഗിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ വെച്ച് അന്ന് നായിക മറന്നു വെച്ച പൂക്കൾ എടുത്തു കൊടുത്ത അരുൺ എന്ന് പറയുന്ന വ്യക്തിനെ നായിക കാണുവാണ്. അയാളെ കണ്ടതും ഇതാ വ്യക്തിയല്ലേ അന്ന് എനിക്ക് പൂക്കൾ എടുത്തു തന്ന. അങ്ങനെ നായിക ആലോചിക്കുന്നു അന്ന് നായിക ടാങ്ക്സ് പറയാൻ വേണ്ടി പോയപ്പോഴേക്കും അയാളാണെങ്കിൽ തിരിച്ചു പോയായിരുന്നല്ലോ. സോ അതിനുവേണ്ടി ടാങ്ക്സ് പറയണമെന്ന് നായികയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്നും അതിനുള്ള സാഹചര്യം കിട്ടിയില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നായികയാണെങ്കിൽ വീട്ടിലെത്തി ഫ്രഷ് ആയി ഡ്യൂട്ടിക്ക് വേണ്ടി ഇറങ്ങുവാണ്. ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുന്ന സമയത്തും അവിടെ വെച്ച് നായിക അരുണിനെ കാണുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത ദിവസം കാണിക്കുന്നു. അടുത്ത ദിവസം ജോഗിങ്ങിന് പോകുന്ന നായിക അവിടെ അരുണിനെ കാണുവാണ്. അങ്ങനെ പതിവായി അവിടെ ഇവിടെയൊക്കെ വെച്ച് നമ്മുടെ നായിക അരുണിനെ കാണാൻ തുടങ്ങുന്നു. അങ്ങനെ നായികയ്ക്ക് അരുണിനോട് ഒരിഷ്ടം തോന്നി തുടങ്ങുവാണ്. ഡെയിലി അവള് ഇഷ്ടം പോലെ ആണുങ്ങളെ കാണുന്നതാണ്. എന്നാൽ അവരോടൊന്നും തോന്നാത്ത രീതിയിലുള്ള ഒരു അടുപ്പം അവൾക്ക് ഇപ്പൊ അവനോട് തോന്നാൻ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം അയാളെ ഒന്ന് പരിചയപ്പെടണമെന്ന് നായിക ആഗ്രഹിക്കുവാണ്. അങ്ങനെ ഒരു ദിവസം ജോഗിങ്ങിന് പോകുന്ന സമയത്ത് ഒരു സാഹചര്യം കിട്ടുമ്പോൾ നായിക എന്ന് അയാളോട് അങ്ങോട്ട് സംസാരിക്കുന്നു. എന്നെ ഓർമ്മയുണ്ടോ അന്ന് നിങ്ങൾ പാർക്കിൽ വെച്ചിട്ട് ഞാൻ മറന്നുപോയ പൂക്കൾ എനിക്ക് എടുത്തു തന്നായിരുന്നു. ഞാനൊരു ടാങ്ക്സ് പറയാൻ വന്നപ്പോഴേക്കും നിങ്ങൾ തിരിച്ചു പോയി. ആ ടാങ്ക്സ് ഇപ്പൊ പറയാമെന്നും പറഞ്ഞ് നായിക ഇപ്പൊ അയാളോട് ടാങ്ക്സ് പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെടുന്നു. ശേഷം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്ന രീതിയിൽ കുറെ നേരം സംസാരിച്ച് അങ്ങനെ കുറെ വാക്ക് ചെയ്യുന്നു. അങ്ങനെ ആ സീനോടെ കട്ടാവുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായിക ഡ്യൂട്ടിക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ വെച്ച് അരുൺ ബൈക്കിൽ പാസ് ചെയ്ത് പോകുന്നത് അവൾ കാണുവാണ്. അങ്ങനെ ഇപ്പൊ അയാളെ നോക്കി അവൾ ചിരിക്കുന്നു, അയാളും ചിരിക്കുന്നു. അതുപോലെ അടുത്ത ദിവസം മുതൽ ജോഗിങ്ങിന് വരുമ്പോൾ ഡെയിലി അവർ സംസാരിക്കാനും അങ്ങനെ അവർ കൂടുതൽ അടുക്കാനും തുടങ്ങുന്നു. അങ്ങനെ അരുണുമായിട്ട് നല്ലൊരു കമ്പനി ആയതിനു ശേഷം നമ്മുടെ നായികയാണെങ്കിൽ ശരിക്കും ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങുന്നു. അതായത് അവളുടെ മനസ്സിലെ ആ ശോകമെല്ലാം പതിയെ പതിയെ നീങ്ങാൻ തുടങ്ങുന്നു. ഡ്രസ്സിങ്ങിലാണെങ്കിലും സൗന്ദര്യത്തിലാണെങ്കിലും അവൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ മൊത്തത്തിൽ നായിക ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നമ്മുടെ നായിക അവളുടെ ക്യാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് അവളുടെ മാനേജർ വരുന്നു. എടോ തന്റെ ഭർത്താവ് മരിച്ചിട്ട് കുറെ നാളായില്ലേ, തനിക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെങ്കിൽ എന്നെ അറിയിച്ചാൽ മതിയെന്ന് അയാൾ അർത്ഥം വെച്ച് നായികയോട് സംസാരിക്കുന്നു. അയാൾ യഥാർത്ഥത്തിലാണ് ഇതെല്ലാം പറയുന്നതെന്നുള്ള കാര്യം നായികയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മുടെ നായിക
അയാൾക്ക് കൊടുക്കാനുള്ള നല്ല ചുട്ട മറുപടി കൊടുക്കുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനിൽ അരുണിന്റെ വീട് കാണിക്കുന്നു. എല്ലാ ദിവസവും അരുൺ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുമ്പോഴേക്കും അരുൺ ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ അയാളുടെ ഭാര്യ റെഡിയാക്കി വെക്കുമായിരുന്നു. എന്ന് എന്തൊക്കെ ചെയ്താലും അവളോട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ അയാൾ ആ ഒരു രീതിക്ക് മാത്രമേ അവളോട് പെരുമാറിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഡെയിലി ആ കാര്യങ്ങൾ ആലോചിച്ച് കിടക്കാൻ നേരത്ത് അവൾ ഒരുപാട് കരയുമായിരുന്നു. അങ്ങനെ സീനോടെ കട്ടായ അടുത്ത സീനില് അരുൺ വർക്ക് ചെയ്യുന്ന സ്ഥലം കാണിക്കുകയാണ്. അവിടെ അയാൾക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അയാളോട് അരുൺ ആണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുമായിരുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് നായികന്റെ വീട് കാണിക്കുന്നു. ഡേ ടൈമില് വീട്ടിലെ വർക്കുകളെല്ലാം ചെയ്യാൻ വേണ്ടി നായികന്റെ വീട്ടിൽ ഒരു വേലക്കാരി വരുമായിരുന്നു. ഇപ്പൊ നായിക ജോലിക്ക് വേണ്ടി ഇറങ്ങാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ വേലക്കാരി അവിടേക്ക് വന്നിട്ട് നായകനോട് ഒരു കാര്യം ചോദിക്കുന്നു. അല്ല മാഡം എന്നെന്താ സാറിന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വെച്ച പൂക്കൾ എടുത്ത് മാറ്റി ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ വെക്കാത്തതെന്ന്. ഇത് കേൾക്കുന്ന നായിക ആകെ ഷോക്കാവുന്നു. അതെ, നമ്മുടെ നായിക അലക്സ് മരിച്ച് ഇത്രയും നാളായിട്ടും ഈ ഒരു പതിവ് തെറ്റിച്ചിരുന്നില്ല. ഇപ്പൊ ആ കാര്യം മറന്നു പോയിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ ഈ കാര്യം ആലോചിച്ച് നായിക ഒരുപാട് ഫീൽ ആവുന്നു. അങ്ങനെ അവളെ കരയാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് ആ വേലക്കാരി അവളെ സമാധാനിപ്പിക്കുന്നു. ഒരു ദിവസമല്ലേ മാഡം, അത് കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, അതുകൊണ്ട് ഇനി വെച്ചാലും മതിയല്ലോ എന്നൊക്കെ അവൾ പറയുവാണ്. എന്നാൽ നമ്മുടെ നായികയ്ക്കാണെങ്കിൽ സങ്കടം മാറുന്നില്ല. എന്നാലും ഒരിക്കലും തെറ്റിക്കാത്ത ഈ ഒരു ശീലം താൻ മറന്നുപോയല്ലോ. ഇങ്ങനെല്ലാം ആലോചിച്ച് നായിക ഒരുപാട് പശ്ചാത്തപിക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായിക ആ ഡോക്ടറെ വന്ന് കാണുന്നു. എന്നിട്ട് ഡോക്ടറോട് പറയുവാണ്, നിങ്ങൾ പറഞ്ഞ പോലെ മാറാൻ ശ്രമിച്ചിട്ട് ഞാൻ വല്ലാതെ മാറിപ്പോയി. ഇപ്പൊ ഞാൻ എന്റെ അലക്സിനെ വരെ മറന്നു കഴിഞ്ഞു. അങ്ങനെ നായിക ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുവാണ്. അത് ശരിയാ, അപ്പൊ അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അല്ലേ? അയാളിൽ നീ നിന്റെ പഴയ ലൈഫ് മറന്നെങ്കിൽ അയാൾ തന്നെയാണ് നിനക്ക് പറ്റിയ ആള്. ഞാൻ പറഞ്ഞ പോലെ നിന്റെ മനസ്സിനിണങ്ങിയ ഒരാള്. സോ അയാളോട് എത്രയും വേഗം നീ നിന്റെ ആവശ്യം തുറന്നു പറ, എന്നിട്ട് എല്ലാം സെറ്റാകുന്നും പറഞ്ഞ് നായകനെ അയാൾ പറഞ്ഞു വിടുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് ബാറിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന അരുണിനെയും അയാളുടെ കൊളീഗിനെയും കാണിക്കുന്നു. ഈ കൊളീഗ് അയാളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇയാളോട് അരുൺ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്യുമായിരുന്നു. ഇപ്പൊ ഭാര്യയായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറയുന്ന സമയത്ത് ഫ്രണ്ട് ചോദിക്കുവാണ്, നീ എന്തിനാ അവളോട് ഇങ്ങനെ എല്ലാം പെരുമാറുന്നതെന്ന്. അവളൊരു പാവല്ലേ എന്ന്. അവളൊരു പാവമൊക്കെ തന്നെയാ, പക്ഷെ അവൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ല. എന്റെ വീട്ടുകാര് എന്റെ തലയിൽ അവളെ കെട്ടിവെച്ചതാണ്. നിനക്കറിയാലോ, വലിയൊരു ബിസിനസ് തുടങ്ങണം, അതിലൂടെ സക്സസ് ആവണമെന്നൊക്കെയായിരുന്നു എന്റെ ആഗ്രഹം. അതിന് എന്റെ വൈഫും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു വിവരമില്ലാത്ത ഒരു പെണ്ണിനെയായി പോയി. അതുകൊണ്ടാണെങ്കിൽ എനിക്ക് അവളെ അക്സെപ്റ്റ് ചെയ്യാനേ കഴിയുന്നില്ല. അതാണ് ഈ പ്രശ്നങ്ങളെല്ലാം കാരണമെന്ന് അയാളിപ്പം ഫ്രണ്ടിനോട് പറയുന്നു. അങ്ങനെ ആ സീനോട് കട്ടെ അടുത്ത സീനിൽ നമ്മുടെ നായികനെ കാണിക്കുന്നു. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെ പറ്റി എല്ലാം നായിക ആലോചിച്ചു. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം അരുണിനോട് പറയാമെന്ന് വിചാരിച്ച് അരുണിനെ നായിക കോൾ ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ അരുൺ കോൾ എടുക്കുന്ന സമയത്ത് നായിക എനിക്ക് നിങ്ങളോട് ഒരു അർജന്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ്. ആ എന്താ പറഞ്ഞോളൂ എന്ന് അയാൾ പറയുന്ന സമയം നായികയാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ പറയാൻ മടിക്കുന്നു. ശരി, പറയാൻ മടിയാണെങ്കിൽ വേണ്ട, മെസ്സേജ് അയച്ചാൽ മതി എന്നും പറഞ്ഞ് അയാൾ ഈ സമയം കോൾ കട്ട് ചെയ്യുന്നു. ഈ സമയം നായിക വാട്സപ്പില് അവളുടെ ഫിസിക്കൽ നീഡ്സ് തീർക്കാൻ വേണ്ടി ഒരു ദിവസം ബെഡ് ഷെയർ ചെയ്യാന്ന് പറയുകയാണ്. അങ്ങനെ ഈ മെസ്സേജ് കണ്ടതും അരുണിന്റെ മുഖം മാറുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈവനിങ് അവര് അവിടെ അടുത്തുള്ള പാർക്കിൽ മീറ്റ് ചെയ്യുമായിരുന്നു. മെസ്സേജ് അയച്ചിട്ട് അയാളാണെങ്കിൽ അത് കണ്ട് റിപ്ലൈ ഒന്നും തന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നായികയാണെങ്കിൽ പാർക്കിൽ വെച്ച് കാണുമ്പോൾ അയാളോട് കാര്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിച്ച് അവിടെ പോയി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ അരുൺ അവിടേക്ക് വരുന്നുണ്ട്. എന്നാൽ ഒരു വാക്ക് പോലും അവളോട് സംസാരിക്കാതെ നല്ല ദേഷ്യത്തോടു കൂടി അയാൾ അവിടെ തിരിച്ചു പോകുന്നു. ഇത് കാണുന്ന നായികയ്ക്കാണെങ്കിൽ എന്തോ പോലെയാവുന്നു. അങ്ങനെ അന്ന് രാത്രി അയാളുടെ ഫ്രണ്ടിനോടൊപ്പം വീണ്ടും ആ ബാറിലേക്ക് വന്ന് മദ്യപിക്കുകയാണ്. ഈ സമയത്ത് നായിക ഇങ്ങനെ മെസ്സേജ് അയച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുന്നു. എടാ, നിനക്കറിയാലോ, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ അവളെ ഞാനൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് കണ്ടിരുന്നത്. ആ ഒരു രീതിക്കാണ് ഞാൻ അവളുമായിട്ട് ഇടപഴകിയതും. എന്നാൽ പെട്ടെന്ന് അവൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഷോക്കായി പോയി. ഇപ്പൊ എന്തോ എനിക്ക് അവളോട് വല്ലാത്തൊരു അകൽച്ച തോന്നുന്നു. അങ്ങനെ ആ സീനോട് കട്ടെ അടുത്ത ദിവസം നമ്മുടെ നായികയാണെങ്കിൽ ആ ഡോക്ടറെ വന്ന് കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഇങ്ങനെയൊക്കെ ചെയ്ത ഏതൊരു പെണ്ണിനെയും ഏതൊരാളും മോശമായിട്ടേ കാണുള്ളൂ എന്ന്. ഇപ്പൊ ഇത് അങ്ങനെ തന്നെ സംഭവിച്ചു. അരുണുമായിട്ട് എനിക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു കാരണം കൊണ്ട് അതങ്ങില്ലാതായി. ഇത് കേൾക്കുന്ന ഡോക്ടർ, നീ ഒരു ന്യായമായ കാര്യമല്ലേ ആവശ്യപ്പെട്ടുള്ളൂ, അതിന് അയാൾ ഇങ്ങനെ എന്തിനാ റിയാക്ട് ചെയ്തതെന്ന് നായികനോട് തിരിച്ചു ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന നായികയ്ക്ക് ദേഷ്യം വരുവാണ്. എനിക്കിത് നിങ്ങളോടൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് നായിക അവിടെ ഇറങ്ങുന്നു. അടുത്ത സീനിലെ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നായികയാണെങ്കിൽ ഓഫീസിലിരിക്കുവാണ്. ഈ സമയം മാനേജർ വീണ്ടും വന്ന് അന്ന് സംസാരിച്ച ആ ഒരു രീതിക്ക് തന്നെ നായികനോട് സംസാരിക്കുന്നു. ഈ സമയം നായികയ്ക്കാണെങ്കിൽ വല്ലാതെ അങ്ങ് ദേഷ്യം വരുന്നു. അങ്ങനെ നായിക നല്ല ശബ്ദത്തില് വായി തോന്നുന്നല്ല അയാളെ വിളിച്ചു പറയുവാണ്. അങ്ങനെ അത് ഓഫീസിലെ സ്റ്റാഫുകളെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ മാനേജർ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുന്നു. അതിൽ അന്ന് ഈവനിങ് നമ്മുടെ നായിക സ്ഥിരമായിട്ട് അരുണിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ പാർക്കിൽ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അയാളെ കാണാൻ വേണ്ടി. അന്നും അയാൾ ബൈക്കിൽ ആ വഴി പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും അയാൾ അവിടെ വണ്ടി നിർത്തുവോ നായികനെ കാണാൻ വേണ്ടി ഇറങ്ങി വരികയോ ചെയ്യുന്നില്ല. നായിക ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നായിക ഒരുപാട് സാഡ് ആവുന്നു. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് നായികന്റെ സമാധാനം പോകുന്നു. അയാളും ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥയിൽ തന്നെയായിരുന്നു അയാളും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ നായിക ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു പോവുകയാണ്. പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് അവൾ അരുണിനെ കാണുന്നു. അരുണാണെങ്കിൽ അവളെ കണ്ടതും വണ്ടി നിർത്താതെ പോകുന്നുണ്ടെങ്കിലും തൊട്ടപ്പുറത്ത് പോയി അയാൾ വണ്ടി നിർത്തുന്നു. എന്നിട്ട് വണ്ടി തിരിച്ച് അവളുടെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ അയാൾ അടുത്ത് വണ്ടി നിർത്തുന്ന സമയത്ത് നായിക പറയുന്നു, ഞാൻ അങ്ങനെ ഒരു കാര്യം ചോദിച്ചു, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഒരു രീതിക്ക് എന്നോട് പെരുമാറിയ പോരെ, ഇങ്ങനെ മിണ്ടാതെ ദേഷ്യം കാണിച്ച് നടക്കുന്ന എന്തിനാ, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം, നീ വണ്ടി കയറ്, ഞാൻ നിന്നെ കൊണ്ടേയാക്കാന്നും പറഞ്ഞ് അയാൾ ഈ സമയം നായകനെ വണ്ടി കയറ്റുന്നു. പോകുന്ന വഴിക്ക് അലക്സിന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വെക്കാൻ വേണ്ടി നായിക പൂവും വാങ്ങുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നായകനെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ആ കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം, ഇപ്പൊ നീ വീട്ടിലേക്ക് പോക്കോന്നും പറഞ്ഞ് അയാളാണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു.
അങ്ങനെ ആ സീനോട് കട്ടായി അന്ന് രാത്രി അരുണിന്റെ വീട് കാണിക്കുന്നു. ഇപ്പൊ ഉറങ്ങാൻ കിടക്കുന്ന അരുണാണെങ്കിൽ ഭാര്യനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി വരുവാണ്. ഈ സമയം അയാളുടെ കൈ ഭാര്യ തട്ടി മാറ്റുന്നു. നിങ്ങൾക്ക് ഈ ഒരു ആവശ്യത്തിന് മാത്രം പോരെ എന്നെ, വേറൊരു സമയത്തും ഈ സ്നേഹം കാണാറില്ലല്ലോ. ഇങ്ങനെയും പറഞ്ഞ് ഭാര്യയാണെങ്കിൽ അയാളോട് പിണങ്ങുന്ന രീതിയിൽ തിരിഞ്ഞു കിടക്കുന്നു. ഈ സമയം ആകെ ദേഷ്യം വരുന്ന അയാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് നായികയ്ക്ക് മെസ്സേജ് അയക്കുന്നു. നാളെ നമുക്ക് മീറ്റ് ചെയ്യാന്നും പറഞ്ഞിട്ട്. നായിക അതിന് ഓക്കെ എന്നും പറയുന്നു. അടുത്ത ദിവസം രാത്രി മീറ്റ് ചെയ്യാന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് നായികയും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം വൈകുന്നേരം ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് നായിക വീട്ടിലേക്ക് എത്തുന്നു. ഈ സമയം നോക്കുമ്പോൾ അലക്സിന്റെ അച്ഛൻ വീട്ടിലേക്ക് വന്നിരിക്കുവാണ്. ആ അച്ഛനെന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ, വാ കേറി വാന്നും പറഞ്ഞ് നായികയാണെങ്കിൽ അയാളകത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് അച്ഛൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്നും പറഞ്ഞ് നായിക അടുക്കളയിലേക്ക് പോകുന്ന സമയം അയാളാണെങ്കിൽ ഫ്രഷ് ആവാൻ വേണ്ടി മുറിയിലേക്ക് പോകുന്നു. അലക്സ് മരിച്ച് ഇത്രയും നാളായിട്ടും നായികയാണെങ്കിൽ അലക്സിന്റെ സാധനങ്ങളെല്ലാം വളരെ നന്നായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുവായിരുന്നു അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇതെല്ലാം അയാൾ കാണുന്നു. ഇതെല്ലാം കണ്ടതിലൂടെ അലക്സിനെ നായിക എത്രയധികം സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം അലക്സിന്റെ അച്ഛനും മനസ്സിലാവുന്നു. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിയുന്ന സമയത്ത് അയാൾ നായികനോട് പറയുകയാണ്, പണ്ട് നിങ്ങൾ പ്രണയിച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ ബന്ധം അറിഞ്ഞപ്പോ ഞാൻ ഒരുപാട് എതിർത്താണ്. എന്നാ അന്ന് അങ്ങനെ ചെയ്തത് വലിയൊരു തെറ്റായി പോയിന്ന് ഇന്നിപ്പോ ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി. മോളിപ്പോഴും അലക്സിന്റെ ഓർമ്മകളിലല്ലേ ജീവിക്കുന്നത്. ഇങ്ങനെല്ലാം പറഞ്ഞ് ഒരുപാട് ഇമോഷണൽ ആയിട്ട് സംസാരിച്ച് അയാളാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഈ ഒരു സംഭവം നടന്നതോടെ നമ്മുടെ നായികന്റെ മൈൻഡ് ആണെങ്കിൽ വീണ്ടും ഡൈവേർട്ട് ആവാൻ തുടങ്ങുന്നു. അരുണുമായിട്ട് കണക്ട് ആയ ചെയ്യുന്നത് തെറ്റായി പോവില്ലേ, ഇങ്ങനെയല്ല അവൾ ആലോചിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അരുണിനോട് വീട്ടിലേക്ക് വരണ്ട എന്ന് നായിക വിളിച്ചു പറയുന്നു. അടുത്ത ദിവസം പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്യാന്ന് നായിക പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം അവർ മീറ്റ് ചെയ്യുന്നു. മീറ്റ് ചെയ്യുന്ന സമയത്ത് തലേ ദിവസം അലക്സിന്റെ അച്ഛൻ വന്നതും ആ കാര്യങ്ങളെല്ലാം നായിക ഷെയർ ചെയ്യുന്നു. തനിക്ക് ഈ ഒരു കാര്യം വേണ്ടാന്നാണെങ്കിൽ അത് വേണ്ട, താനൊരാഗ്രഹം പറഞ്ഞുകൊണ്ടാണ് ഞാനും ഓക്കെ പറഞ്ഞതെന്ന് ഈ സമയം അരുൺ പറയുന്നു. അത് കഴിഞ്ഞിട്ട് നായികനെ വീട്ടിൽ കൊണ്ടേക്കാന്നും പറഞ്ഞ് അയാൾ നായകനെ വണ്ടി കയറ്റുന്നു. അങ്ങനെ ഇപ്പൊ നായകനെ വീടിന് മുമ്പിൽ കൊണ്ടേ അയാൾ അവളെ ഇറക്കി വിടാൻ തുടങ്ങുന്ന സമയത്ത് അകത്തേക്ക് വരാൻ അവൾ പറയുവാണ്. അതെ, ഡോക്ടർ പറഞ്ഞ പോലെ അരുണിനെ അവൾ ആഗ്രഹിക്കുന്നുണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നിന്ന് തെന്നി മാറാൻ അവളെ മനസ്സനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ റൂമിലേക്ക് എത്തി അങ്ങനെ അവർ ഒരുമിക്കുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിയുന്ന സമയത്ത് രണ്ടുപേർക്കും ചെയ്തു പോയതിൽ ഒരുപാട് കുറ്റബോധം തോന്നുവാണ്. അങ്ങനെ അരുണ് ഞാനിവിടുന്ന് ഇറങ്ങുവാണെന്നും പറഞ്ഞ് അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നു. നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അയാളെ കണ്ട അയാളുടെ വൈഫ് എന്താകെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല, നീ നല്ല എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്ക്, നമുക്കിന്ന് ഒരുമിച്ച് കഴിക്കാമെന്ന് അയാൾ പറയുമ്പോൾ ഇത് കേൾക്കുന്ന അയാളുടെ ഭാര്യ ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം ഇതുവരെ അയാൾ ഇങ്ങനെ സ്നേഹത്തോടു കൂടി സംസാരിച്ചിട്ടില്ല. അങ്ങനെ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ് അവൾ അവിടെ അടുക്കളയിലേക്ക് പോകുന്ന സമയം ഇതെല്ലാം ശ്രദ്ധിക്കുന്ന അരുണാണെങ്കിൽ ഇത്രയും നാളും അവളോട് ഇങ്ങനെയെല്ലാം പെരുമാറിയില്ല ഒരുപാട് കുറ്റബോധം തോന്നുന്നു. അങ്ങനെ അവൾ അടുക്കളയിലേക്ക് എത്തി ഭക്ഷണം എല്ലാം പാചകം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അരുൺ പുറകിലോട് ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് അവളുടെ ചെവിയിൽ സോറി എന്ന് പറയുന്നു. ഈ സമയം കരഞ്ഞുകൊണ്ട് അവള് അരുണിനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരുന്നതായിട്ട് കാണിക്കുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനിൽ അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായിക ഉറക്കം എഴുന്നേക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇന്നലെ അങ്ങനെ ഒരു സംഭവം നായികന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ട് തന്നെ അവളുടെ ജീവിതത്തിൽ ആ ഡിപ്രഷൻ എല്ലാം മാറി. കുറെ നാളുകൾക്ക് ശേഷം ഇന്നലെ അവൾ നന്നായിട്ട് ഉറങ്ങി. അതുപോലെ അലക്സിന്റെ ഓർമ്മകളിൽ അവള് സൂക്ഷിച്ചു വെച്ചിരുന്ന കുറെ കാര്യങ്ങളില്ലേ അതെല്ലാം അവള് വീട്ടിൽ നിന്ന് മാറ്റുകയും ചെയ്യുവാണ്. സോ ഇനി നായികയും പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുവാണെന്ന് കാണിച്ചുകൊണ്ട് അങ്ങനെ മൂവി എൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? ഇതൊരു കന്നഡ മൂവിന്റെ റീമേക്ക് ആയിരുന്നു. ആ കന്നഡ മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.